വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയിൽ. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ വൈകുന്നു. നിർമ്മാതാക്കളായ KNV പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി കേസ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. നിർമ്മാതാക്കളുടെ നീക്കത്തിന് പിന്നാലെ സെൻസർ ബോർഡ് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, വിജയ്ക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമയാണ്. രാഷ്ട്രീയമായ ഒരുപാട് പരാമർശങ്ങളുണ്ട്. 10ഓളം കട്ടുകൾ സെൻസർ ബോർഡ് ഇതിനു മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, വിജയുടെ അവസാന ചിത്രം എന്ന പേരിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ജനനായകൻ. ഇതിൻ്റെ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റിനായി കഴിഞ്ഞ മാസം ഡിസംബർ 19-ാം തീയതി തന്നെ ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള KNV പ്രൊഡക്ഷൻസ് ചിത്രം സമർപ്പിച്ചിരുന്നു. ചിത്രം കണ്ട സെൻസർ ബോർഡ് അന്ന് 10ഓളം കട്ടുകൾ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ചില സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. ഈ മാറ്റങ്ങൾ നിർമ്മാതാക്കൾ അംഗീകരിക്കുകയും ചിത്രം അവർ റീഎഡിറ്റ് ചെയ്ത് സെൻസർ ബോർഡിൽ സമർപ്പിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം സെൻസർ ബോർഡ് ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് അനുവദിക്കാം, അതായത് UA 16+ സർട്ടിഫിക്കറ്റ് അനുവദിക്കാം. 3 മണിക്കൂർ 3 മിനിറ്റിൽ ഉള്ള ഒരു ദൈർഘ്യത്തിൽ ചിത്രം പുറത്തിറക്കാനാകും എന്നും നിർമ്മാതാക്കളെ അറിയിച്ചു. എന്നാൽ ഇത്തരത്തിൽ UA 16+ സർട്ടിഫിക്കറ്റ് നൽകാം. ഈ ഒരു 10 മാറ്റങ്ങളും അതുപോലെ തന്നെ ഈ മ്യൂട്ടും എല്ലാം അടങ്ങിയിട്ടുള്ള പുതിയ പതിപ്പിന് ഈ സർട്ടിഫിക്കറ്റ് അനുവദിക്കാം എന്ന ഉറപ്പ് സെൻസർ ബോർഡ് നൽകിയിട്ടും ഈ സെൻസർ സർട്ടിഫിക്കറ്റ് റിലീസിന് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുവരെയും ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. അപ്പോൾ ഇതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. വിജയുടെ പാർട്ടിയായിട്ടുള്ള TVKയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം TVKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാർ ഇത് വിജയ്ക്കെതിരെയുള്ള രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ് സെൻസർ ബോർഡ് നടത്തുന്ന ഈ നീക്കം എന്ന് നിർമ്മൽ കുമാർ പറഞ്ഞു. അവർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചില്ലെങ്കിൽ കടുത്ത നടപടികൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും നിർമ്മൽ കുമാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത്തരം സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ KNV പ്രൊഡക്ഷൻസ് അവർ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി ഈ കേസ് ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ 2:30 പരിഗണിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനിടെ സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അതായത് സെൻസർ ബോർഡ് ചെയർമാൻ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ട് അവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. റിവൈസിംഗ് കമ്മിറ്റി ഈ ചിത്രം കണ്ടതിന് ശേഷം അതിൻ്റെ ഫൈനൽ സർട്ടിഫിക്കറ്റ് ഇനി അവസാന ഘട്ടത്തിൽ എന്തൊക്കെ മാറ്റമാണ് വേണ്ടതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഫൈനൽ കട്ട് ചെയ്ത് ഇതിൻ്റെ റിവൈസിംഗ് കമ്മിറ്റി എന്താണ് വേണ്ടതെന്ന് നിർദ്ദേശിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെൻസർ ബോർഡ് ചെയർമാൻ്റേതാണ് പുതിയ തീരുമാനമെന്ന് പറയുന്നത്. വിജയ് ചിത്രങ്ങൾക്ക് ഇത്തരത്തിൽ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകുന്നത് ഇത് ആദ്യത്തെ കാര്യമല്ല. മുൻപ് മെറസലിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതും ഇത്തരത്തിൽ നീട്ടിവെച്ചിരുന്നു. അതിലുള്ള GST പരാമർശം ഉൾപ്പെടെ വിവാദമായ ഒരു ചിത്രമാണ് മെറസൽ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് റിലീസിൻ്റെ തലേ ദിവസം മാത്രമാണ് മെറസലിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇന്നിപ്പോൾ ഡിസംബർ 6-ാം തീയതിയാണ്. ഡിസംബർ 9-ാം തീയതിയാണ് ചിത്രത്തിൻ്റെ റിലീസ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി 3 ദിവസം മാത്രമേ റിലീസിനുള്ളൂ. അപ്പോൾ ഇന്ന് കോടതിയിൽ വിഷയം എത്തുന്നതോടെ സെൻസർ ബോർഡ് എന്തായാലും റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടു എന്നുള്ള അവരുടെ തീരുമാനവും കോടതിയിൽ വ്യക്തമാക്കാനാണ് സാധ്യത. എന്തായാലും ഇനി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്.